it's me Halida and welcome back to my YouTube channel. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് സമ്മർ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ അൺപാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നാട്ടിൽ നിന്ന് ആദ്യം വന്നപ്പം ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഡിസംബർ സമയത്ത് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം എഗെയിൻ അടുത്ത കൊല്ലത്തേക്ക് എന്ന് വെച്ചാൽ ഈ കൊല്ലത്തേക്ക് പിള്ളേർ വരുന്ന സമയമാണ്. ഞാൻ വിചാരിച്ചു ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ വന്നിട്ടുള്ളത് എത്തിഹാദിലാണ്. ഞങ്ങൾക്ക് 30 kg അലവൻസ് ആയിരുന്നു ഉള്ളത്. പിന്നെ 7 kg ക്യാരി ഓൺ. എൻ്റെ കൂടെ അമ്മനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ 60 കിലോൻ്റെ ഒരു അലവൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ വെയിറ്റ് കുറച്ച് 65 അടുത്തുള്ളതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് കുറച്ചൊക്കെ അവർ മാറ്റി വെപ്പിച്ചു. അപ്പം ഒരു ബൂസ്റ്റ് കുറച്ച് സാധനങ്ങൾ എനിക്ക് തിരിച്ചു വെക്കേണ്ടി വന്നു. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം ഫുഡ് ഐറ്റംസും കുറച്ച് സമ്മർ അപ്രോപ്രിയേറ്റ് ഡ്രസ്സും ഒക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് നോക്കാം. എൻ്റെ കയ്യിൽ ഞാൻ ആക്ച്വലി ഒരു കുഞ്ഞൊരു ബാക്ക് പാക്ക് ക്യാരി ചെയ്തിരുന്നു. അത് അവർ വെയിറ്റ് ഒന്നും മെഷർ ചെയ്തില്ല, വെയിറ്റ് ഒന്നും നോക്കിയില്ല. അതിനകത്താണ് ഞാൻ ഗാഡ്ജറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് എൻ്റെ ക്യാബിൻ ട്രോളി ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള നമ്മളെ കുറച്ച് ഡ്രസ്സും 1-2 ചെരുപ്പും പിന്നെന്താ അങ്ങനത്തെ കുറച്ച് അല്ലാതെ ചില സാധനങ്ങളാണ്. അത് നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം. ഫസ്റ്റ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പം ആദ്യമായിട്ട് കൊണ്ടുപോവുകയാണ്. ഈ പെട്ടി ഇവിടെ ഉണ്ടായില്ല. സോ ഇതിനകത്ത് ഫുള്ള് ഫുഡാണ്. ഞാൻ കാണിച്ചു തരാം. ഫുഡും കുറച്ച് പാത്രങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് മെല്ലെ ഇത് ഓപ്പൺ ചെയ്യാം. പിന്നെ ബാക്കിൽ അവിടെ ഇരിക്കേണ്ടത് അവൻ്റെ പെട്ടിയാണ് കേട്ടോ. അതിനകത്ത് അവൻ്റെ ഡ്രസ്സാണ്. അത് അവനോട് പറ്റിച്ചത്. എന്നോട് വളരെ കുറച്ച് സാധനം ഉണ്ടാവും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഓവർ പാക്ക് ചെയ്തു. പക്ഷെ പാക്ക് ചെയ്തൊക്കെ വന്നപ്പം നമ്മൾ വിചാരിച്ചെടുത്ത് വെയിറ്റ് നിന്നില്ല. സോ അങ്ങനെ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഓക്കെ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടു ഇങ്ങനെയാണുള്ളത്. ഇവിടെയും ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ആമസോണിൽ ഇപ്പം നടക്കുന്ന ഒരു ഓഫറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ നടക്കുകയാണ്. 5th ജൂലൈ മുതൽ 9th ജൂലൈ വരെ ഒരുപാട് ഓഫേഴ്സ് എസ്പെഷ്യലി ക്ലോത്തിങ് കാറ്റഗറിയിൽ ആമസോണിൽ ഉണ്ടാവും. അതേപോലെ തന്നെ പ്രൈം മെമ്പേഴ്സിന് എക്സ്ട്രാ ഡിസ്കൗണ്ടും ഉണ്ട്. മിനിമം 50% മുതൽ എക്സ്ട്രാ 5% ഡിസ്കൗണ്ട് ഒക്കെ ഒരുപാട് ക്ലോത്തിങ് ബ്രാൻഡ്സിൽ ഉണ്ട്. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ടോപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ദ സോൾഡ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിൽ നിന്നുള്ള ഒരു 3-4 ടോപ്സ് കാണിച്ചു തരാം. കുറച്ച് ഈ പറഞ്ഞ പോലെ ഈ ഫംഗി ആയിട്ടുള്ള കളേഴ്സ് ഒക്കെയാണ്. പിങ്കും ഗ്രീനും അങ്ങനത്തെ കുറച്ച് കളേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇട്ട് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ സൈഡിൽ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഇട്ടതിന് സിമിലർ ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇത് ആക്ച്വലി ഒരു ഹുഡിയാണ്. ഞാൻ എല്ലാം വലിയ സൈസാണ് വാങ്ങിയത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ സൈസ് തന്നെ വാങ്ങിയിട്ട് ഉള്ളിൽ ഇങ്ങനെ നമുക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അധികം യൂസ്ഫുൾ ആയില്ല. അപ്പം ഇതാകുമ്പോൾ ഈ ഉള്ളിൽ എനിക്ക് 2 ലെയേഴ്സ് ഇട്ടാലും ഇത് പുറത്തിടാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. സോ ഇത് അകംപുറം മറിച്ചിട്ടാണ് ഉള്ളത്. സോ ഇങ്ങനെയാണ് ഇതിന്റെ കളർ എന്ന് പറയുന്നത്. അടിയിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് കളർ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. പ്രൈസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാവേ. ഹുഡീൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനത്തെ ഒരു ഓറഞ്ച് കളറാണ്. ഒരു രസമുള്ള കളർ. എല്ലാവർക്കും ഈ കളർ ഇഷ്ടമാവുണ്ടാവില്ല, പക്ഷെ അത്യാവശ്യം ന്യൂട്രൽ ആയിട്ടുള്ള കളേഴ്സും ഉണ്ട് കേട്ടോ. സോ ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഇട്ടിട്ടില്ല. സെക്കൻഡ് പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഒരു ഷർട്ടാണ്. ഇതും എഗെയിൻ കുറച്ച് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഷർട്ടാണ്. പല ഷെയ്ഡ്സ് തന്നെ വരുന്നുണ്ട്. ഇതിന്റെ മുകളിലുള്ള പ്രൈസ് നോക്കട്ടെ. ഇതാണ് കേട്ടോ ബ്രാൻഡ്, ഇത് സോൾഡ് സ്റ്റോർ. ഇതിന്മേലുള്ള പ്രൈസ് 1999 ആണ്. അത്ര ഉണ്ടായില്ല, എനിക്ക് തോന്നുന്നു 1400 അങ്ങനെ ഇത്രയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. സോ ഇതൊക്കെ സ്മോൾ സൈസ് ആണ്. ഇവരുടേത് പൊതുവേ കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ് ആണ്. സോ ഇതാണ് അടുത്തൊരു ഷർട്ട് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഒരു സ്വെറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഒരു പുൾ ഓവർ കൈൻഡ് ഓഫ് ഒരു ടോപ്പ് തന്നെയാണ്. ഇത് ഞാൻ ഒരു ദിവസം ഇട്ടു. ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ യൂണിവേഴ്സിറ്റി പോയപ്പോട്ട് എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പല സൈസസ് ആണ്. ഇപ്പം നേരത്തെ കണ്ട ഷർട്ട് സ്മോൾ സൈസ് ആണെങ്കിൽ ഇത് ഞാൻ ലാർജ് ആണ് എടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് അഴഞ്ഞ് കിടന്നോട്ടെ, ടൈറ്റ് ആയിട്ട് കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. സോ ഇതാണ് അടുത്തത്. ഇതും എഗെയിൻ റേറ്റ് അത്ര ഉണ്ടായില്ല കേട്ടോ. സോ നല്ല രസമുണ്ട്, എനിക്കിത് ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് ഞാൻ ബ്ലാക്ക് ഒരു ജീൻസിന്റെ കൂടെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഷർട്ടാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം ഇട്ടു. ഇതൊന്ന് എൻഗേജ്മെന്റ് ഷോപ്പിംഗ് ആ ടൈമിൽ എന്തോ ഞാൻ ഇട്ടിരുന്നു. ഇതും ഒരു ചെക്ക് ഷർട്ടാണ്. ബ്ലാക്ക്, അതേപോലെ തന്നെ ഗ്രീൻ, ആഷ് വൈറ്റ് എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ വരുന്നത്. ഞാൻ ഉള്ളിൽ ഒരു ബ്ലാക്ക് ടാങ്ക് ടോപ്പ് ഇട്ടിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നു. കുറച്ചൊന്ന് മെലിഞ്ഞൊരു ഫീൽ ഉണ്ടായിരുന്നു. സോ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ സോൾഡ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു 4 ഷർട്ട്. ബാക്കി കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഓരോന്നിൽ കുറച്ചായിട്ട് കാണിച്ചു തരാം. രാത്രി തന്നെ ഇങ്ങനെ ഒരു വലിയ ഹോൾ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ ഇതായിരിക്കും സൗകര്യം എന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിലേതെങ്കിലും വാങ്ങിക്കണമെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. അതല്ല കുറച്ചും കൂടെ പ്രൊഡക്ട്സ് സോൾഡ് സ്റ്റോറിൽ ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. എനിക്ക് എല്ലാം കൂടെ വാങ്ങിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയാണ് ഞാൻ എല്ലാം വാങ്ങിക്കാഞ്ഞത്. അപ്പോൾ എല്ലാത്തിൽ നിന്നും കുറച്ച് ഞാൻ അങ്ങനെ പെറുക്കി വാങ്ങിയതാണ് കേട്ടോ. സോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി ബാക്കി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടോളൂ. ആദ്യം തന്നെ ഉള്ളത് ഒരു മട്ടൺ സ്റ്റൂ ആണ്. ഇത് റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് ആണ്. ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഞാൻ നെസ്റ്റോ കോഴിക്കോട് ഹൈലൈറ്റുള്ള നെസ്റ്റോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് തുറമാങ്ങ ആണ്, സ്ലൈസ്ഡ് തുറമാങ്ങ. അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ഇത് ഹലുവയാണ്, കോഴിക്കോടൻ ഹലുവ. ഇത് 2-3 തരത്തിലുള്ള ഹലുവകളുണ്ട്, അതുണ്ട്. പിന്നെ ഞാൻ ഒരു പാത്രം കൊണ്ടുവന്നു. ഒന്നല്ല, ആക്ച്വലി ഇത് വണ്ടർ ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്നും ഇഹത്തുനിന്ന് വാങ്ങിയതാണ്, കോഴിക്കോട് ഇഹത്തുനിന്ന്. സോ ഇതുണ്ട്. പിന്നെ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇതൊക്കെ ഓരോരുത്തർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. സോ അതുണ്ട്. പിന്നെ
ഉണക്കമീൻ ഉണ്ട്. ഇത് നത്തലാണ്, നത്തോലി എന്നാണ് അങ്ങോട്ട് പറയാ, എന്താ എല്ലായിടത്തും പറയാന്നറിയില്ല. നത്തോലി, ഉണക്ക നത്തോലി ഉണ്ട്. പിന്നെ പൊട്ടിയിട്ടുണ്ടാവില്ല ഞാൻ വിചാരിക്കണം. ഞാൻ 2 ടീഷർട്ടിലൊക്കെ പൊതിഞ്ഞിട്ടാണ് ഇത് എടുത്തത്. ഇത് ഈ പാത്രത്തിന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പാത്രത്തിന്റെ ലിഡാണ് കേട്ടോ. പൊട്ടിച്ചില്ല. സോ ദേ നമ്മളെ ലിഡ്, അതിന്റെ തന്നെ ഒരു സെറ്റ് പാത്രം കൂടെ. ഇത് ആക്ച്വലി 4 എണ്ണമുള്ള സെറ്റ് ചെയ്തു, പക്ഷെ ഞാൻ 2 എണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളായിരുന്നു വെയിറ്റിന്റെ പ്രശ്നം മൂലം. പിന്നെ ഞാൻ ഇതിനൊക്കെ ഇടയിൽ കുറച്ച് ഇന്നേഴ്സ് ഒക്കെ കുത്തി നിറച്ച് വെച്ചു, സോ ദാറ്റ് ഈ പാത്രങ്ങളൊക്കെ ഇൻടാക്ട് ആയിട്ട് വെക്കുമല്ലോ നോക്കിട്ട്. പിന്നെ ഇത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു അച്ചാറാണ്. ഒഴിച്ചോട്ടെ. ഓ യെസ്, അച്ചാറാണ് കേട്ടോ. ഇത് നാരങ്ങ അച്ചാറും ഇത് കണ്ണിമാങ്ങ അച്ചാറുമാണ്. നിങ്ങൾ അച്ചാറൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് മുഴുവൻ നാശമായി. എന്തോ വകത്തിന് ഇതിങ്ങനെ ചെയ്തതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ചുറ്റും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് സെലോ ടേപ്പ് വെച്ച് റാപ്പ് ചെയ്തു, എന്നിട്ട് ഒരു ലെയറും കൂടെ ടിഷ്യൂ പേപ്പർ വെച്ചു, എന്നിട്ട് പിന്നെ റാപ്പ് ചെയ്തു. അതുകൊണ്ട് ഇത് ഒലിച്ചിട്ടുണ്ട്, പക്ഷെ ഉടുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സോ ഇത് നമുക്ക് മാറ്റി വെക്കണം ഇൻ ദ സെൻസ് നല്ല അച്ചാറിന് വേണം. പിന്നെ ഇത് രണ്ടും എഗെയിൻ ഹൽവ തന്നെയാണ് അല്ലെ? അതെ, ഇത് 2 ടൈപ്പ് ഓഫ് ഹൽവയാണ്, കോഴിക്കോടൻ ഹൽവ. പിന്നെ കുറച്ച് മുളക് പൊടി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്തോ 100 ഗ്രാം ഒക്കെ പൊടി ഞാൻ കൊണ്ടുവന്നുള്ളൂ. അപ്പം ഇവിടെ കുറച്ച് പൈസയാണ്, അപ്പോൾ 250 ഗ്രാമിന്റെ 1-2 ബാക്കി ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കടലമിഠായി ഉണ്ട്. പിന്നെ ഇത് ആക്ച്വലി ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഒരു പേജിൽ നിന്ന്, അതിന് പേരുന്ന കൂട്ടുകാരി ഫുഡ് പ്രൊഡക്ട്സോ അങ്ങനെ ഏതോ ഒരു പേജിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് ഞാൻ തന്നെ പൊട്ടിച്ച് നോക്കിയിട്ടില്ല, ഞാൻ അതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നെയാണ്. ഇതും ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ അച്ചാറും അതേപോലെ ഉണക്ക ബീഫ്, ഇടിയിറച്ചി, ഈ വക സാധനങ്ങളൊക്കെയാണ് ഇട്ടുള്ളത്. കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതിപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ മാറ്റി വെക്കുകയാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് പൊട്ടിക്കാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊക്കെ ആയിട്ട് സ്മെല്ലാവും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു പെട്ടി എന്ന് പറയുന്നത്. അടുത്ത പെട്ടിയാണ് ഇത്. അയ്യോ. സോ കുറച്ച് സൺസ്ക്രീൻ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ലൂഫ, പിന്നെ ഞാൻ നാട്ടിൽ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഫേസ് വാഷ്, എൻ്റെ പെർഫ്യൂം, പിന്നെ കുറച്ച് ബിക്കിനി റേസേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കുറച്ച് ലിസ്റ്റ് ചെയ്ത് പോയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോൺ കേസ്, പിന്നെ ഇതെൻ്റെ പീരീഡ് കിറ്റ് ആണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പോലെ തന്നെ വാക്യൂം ചെയ്തിട്ട് കുറച്ച് ഡ്രസ്സ്. ഇതിനകത്ത് എൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, എൻ്റെ കുറച്ച് ഹുഡീസ് ഉണ്ട്, പിന്നെ കുറച്ച് സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്, പിന്നെ ആദ്യം കുറച്ച് ഡ്രസ്സ് ഉണ്ട്. ഇത്രയും ഡ്രസ്സുകളാണ് ഉള്ളത്. കണ്ടോ, ഇത്രയും ഡ്രസ്സ് ഉണ്ട് ഇതിവിടെ വെച്ചിട്ട്. പിന്നെ ഒരുപാട് എയർ പോക്കറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു 8-10 എണ്ണം ഉണ്ട്. ഒരുപാട് എയർ പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പൊടികൾ, അതേപോലെ ജീരകശാല റൈസ് കുറച്ച് കൊണ്ടുവന്നു. പിന്നെ നെക്സ്റ്റ് ഒരുപാട് സാധനങ്ങൾ ഞാൻ പെറുക്കിയിട്ട കൂട്ടത്തിലുള്ളത്. പിന്നെ ഇതെൻ്റെ കോസാറക്സിന്റെ പ്രൊഡക്റ്റ് ആണ്. പിന്നെ മൊബൈൽ കേസുകൾ, പോൺസിന്റെ ഒരു പൗഡർ ഉണ്ട്. ഞാൻ യൂഷ്വലി നാട്ടിൽ നിന്ന് പൗഡർ യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇവിടുന്ന് സമ്മർ തുടങ്ങിയതിനു ശേഷം, സമ്മർ അല്ല വിന്റർ ആ ഒരു സമയത്ത് സോക്സ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാല് സ്വെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ വെച്ച് പൗഡർ ഇട്ടാൽ ശരിയെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞി പാക്ക് പൗഡർ ഉണ്ടോ. പിന്നെ വെറ്റ് വൈപ്സ് ഉണ്ട്, പിന്നെ പേസ്റ്റ്. ഇവിടുത്തെ പേസ്റ്റിന് ഒരു വൃത്തിയായിട്ട് ടേസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് 2 പേസ്റ്റ് ഉണ്ടോന്നു. പിന്നെ പപ്പടം, ഇത് 2 സാധാ പപ്പടമാണ്, ഇതെന്തോ കുരുമുളക് പപ്പടമാണ്, അപ്പം അതുണ്ട്. സോ ഇത്രയും സാധനങ്ങളാണ് ഈ സൈഡിലുള്ളത്. പിന്നെ അതെ 1-2 ഡ്രസ്സും ഈ ഇടയിലൊക്കെ കുത്തി കയറ്റി കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് തുറന്ന് നോക്കാം. ഈ സൈഡും ഇതേപോലെ ഒരുപാട് ഡ്രസ്സ് കുറച്ചെണ്ണുണ്ട്, ഒരുപാടില്ല. ഞാൻ കുറച്ച് ചുരിദാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ഇനി ബാക്കി ഫുഡ് ഐറ്റംസ് കടലമുട്ടായി നേരത്തെ ബാക്കി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചക്ക വറുത്തത്, ഇത് പഴം വറുത്തത്, ചിപ്സ്, ലക്ഷദ്വീപ് ഹൽവ, കശ്മീരി ചില്ലി പൗഡർ. പിന്നെ ഇതിനകത്ത് ചമ്മന്തിപ്പൊടി ഉണ്ട്, അതേപോലെ ശർക്കര വരട്ടിയുണ്ട്. പിന്നെ ഇത് ഞാൻ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഷാംപൂ കണ്ടീഷണറും ആണ്. ബട്ട് അടിപൊളി, പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഇത് പാക്കിലായതുകൊണ്ട് വലിയ പ്രശ്നം വന്നിട്ടില്ല. എന്നാലും ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ഷാംപൂ കണ്ടീഷണറും കണ്ടോ. പിന്നെ ഒരു സെറ്റ് പെന്ന്, കളർ പെന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പറഞ്ഞ പോലെ സ്കിൻ കെയർ കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ നാട്ടിൽ പുതിയത് വാങ്ങിയത്. പിന്നെ ഞാൻ കുറച്ച് ഗ്രേറ്റഡ് തേങ്ങ കൊണ്ടുവന്നു, ചുക്ക് കാപ്പി കൊണ്ടുവന്നു, മല്ലിപ്പൊടി കൊണ്ടുവന്നു, പിന്നെ സോയാബീൻ കൊണ്ടുവന്നു. ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഞാൻ നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു. ഇതെന്താ, ഇത് ഞാൻ കുറച്ച് പേട കൊണ്ടുപോകും കേട്ടോ, ഇവിടെ നാരിയോനും മെലിസിക്കും മുറിക്കാടോനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് മെയിൻ ആയിട്ടുള്ള 2 പെട്ടി. പിന്നെ കുറച്ച് ആക്റ്റീവെയർ 1-2 സാധനം വാങ്ങിച്ചതുണ്ട്. പിന്നെ എൻ്റെ ക്യാബിൻ പെട്ടിയാണ്. അതിനകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ അതും കൂടെ പൊട്ടിക്കാം. തൽക്കാലം ഇതൊക്കെ ഒന്ന് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടെ, എന്നിട്ട് ഇവിടെ ഒന്ന് സ്പേസ് കാണട്ടെ. സോ നമ്മുടെ ക്യാബിൻ ട്രോളിയിലാണ് ഉള്ളത് ലാപ്ടോപ്പും ഐപാഡും ഒക്കെയാണ്. ഈ ക്യാബിൻ ട്രോളിയുടെ ഒരു ഗുണം ഈസ് നമുക്ക് പുറത്തുതെല്ലാം വെക്കാൻ പറ്റും. ആൻഡ് ഡ്രോബാക്ക് ഈസ് ഈ പെട്ടിക്ക് മാത്രമായിട്ട് ഒത്തിരി വെയിറ്റ് ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ടൂത്ത് ബ്രഷും ഒരു ബുക്കും ഉണ്ട്, അപ്പോൾ അതും കൂടെ ഇവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് അതിനകത്തുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പെട്ടിയും കൂടെ പൊട്ടിക്കാം. ഞാൻ കുറച്ചും കൂടെ സാധനം കൊണ്ടുവന്നേനെ, അവൻ്റെ ബാഗിൽ കുറച്ച് സാധനം, പക്ഷെ നടന്നില്ല ഈ പ്രാവശ്യം. ഓക്കെ, സോ നമ്മളങ്ങനെ എയർപോർട്ടിൽ നിന്ന്, കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വെയിറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് 1-2 ഡ്രസ്സ് ഞങ്ങൾ മേലെ എടുത്ത് ഇട്ടു. അപ്പോൾ അതൊക്കെ പിന്നെ തിരിച്ച് ഇതിനകത്ത് തന്നെ കയറ്റിയതാണ്. സോ കുറച്ച്
ഡ്രസ് ഉണ്ട്, പിന്നെ ചുരിദാർ ഇതേപോലെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻ കേസ് നമ്മളെ വലിയ പെട്ടി മിസ്സായി പോയാലും തൽക്കാലം നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ 2-3 ദിവസത്തേക്ക് സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള ഇന്നേഴ്സും ഡ്രസ്സും ഞാനൊരു എന്താ പാക്കിംഗ് ട്യൂബിലാക്കിയിട്ട് ഇതിനകത്ത് വെക്കാറുണ്ട്. അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതാണ് ആ ഡ്രസ്സ്. പിന്നെ എൻ്റെ മേക്കപ്പ് അല്ല, എൻ്റെ സ്കിൻ കെയർ കിറ്റ് ഞാൻ നാട്ടിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ കുറച്ച് മരുന്നുകൾ, ഇൻഹേലറുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ എൻ്റെ ജേണൽ, പിന്നെ എൻ്റെ ഹെഡ്സെറ്റ്. ഇത് നാട്ടിൽ കൊണ്ടുപോയതിനു ശേഷം പ്രത്യേകിച്ച് ഉപകാരമൊന്നും വന്നില്ല, നാട്ടിൽ നിന്ന് ഉപയോഗിച്ചില്ല. പിന്നെ ഇതാ കുറച്ച് ഹെയർ ടൈകളും ഫോണിന്റെ കേസും ഉണ്ട് അതിനകത്ത്. ഇത് നേരത്തെ കാണിച്ച ചുരിദാറിന്റെ ടോപ്പല്ലയോ, ചുരിദാറിന്റെ ഷോള്, പിന്നെ ഒരു തൊപ്പി ഞാൻ പുതിയത് വാങ്ങിയതാണ് കോഴിക്കോട്. പിന്നെ എൻ്റെ ക്രോക്സ്, എൻ്റെ ഒരു ഹീൽ ചെരുപ്പ്. പിന്നെ ഇത് ഞാൻ പരിപാടിയുടെ സമയത്ത്, എൻ്റെ എൻഗേജ്മെന്റ് സമയത്തേക്ക് ചൂടായതുകൊണ്ട് വാങ്ങിയത്. പിന്നെ അവിടെ വെച്ചിട്ട് കാര്യമില്ലെന്ന് ഓർത്തിട്ട് ഞാൻ എടുത്തു. പിന്നെ എൻ്റെ ഗ്ലാസസ്. അത്രയും സാധനങ്ങളാണ് നമ്മൾ പെട്ടി അൺപാക്കിങ് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുവന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാമറ, പവർ ബാങ്ക്, പിന്നെന്താ ഒരു സെറ്റ് വെറ്റ് വൈപ്സ്. ഇതൊക്കെ ഞാൻ ആ ക്യാരി ബാഗിലിട്ടു. പുറത്ത് ഞാൻ കുട്ടി ബാക്ക് പാക്ക് ഇട്ടിരുന്നു, അതിനകത്തിട്ടും. സോ അങ്ങനെ അതൊക്കെയാണ് ഞാൻ ഇംപ്രഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഫസ്റ്റ് ടൈം വരുമ്പോൾ ഇത്രയും ഫുഡൊന്നും കൊണ്ടുവരാനുള്ള ഇത് ഉണ്ടാവില്ല. ഡ്രസ്സൊക്കെ തന്നെ അത്യാവശ്യം വെയിറ്റ് വരുമല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണണമെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, ഐകാർഡ്സിലും കൊടുക്കാം. ഫസ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾ അലവൻസിനനുസരിച്ചിട്ട് പാക്ക്. ഇപ്പോഴും എനിക്ക് കമൻറ്റ് വരാറുണ്ട്, ഫസ്റ്റ് ടൈം വരുന്ന സ്റ്റുഡൻറ്റിന് എത്രയാണ് ലഗേജ് അലവൻസ്. അത് ഓരോ എയർവേസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഞാൻ വന്ന സമയത്ത് എനിക്ക് 23 കിലോന്റെ 2 പെട്ടി കൊണ്ടുവരായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം എനിക്ക് 30 കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത്, ക്യാബിൻ കൂടാതെ. സോ അങ്ങനെ ഇനിയിപ്പോൾ എനിക്കിത് മുഴുവൻ നേരത്തെ ഇതൊക്കെ റീപാക്ക് അല്ലല്ലോ, നേരത്തെ ഇതൊക്കെ ഒതുക്കി വെക്കണം, എന്നിട്ട് കുളിക്കണം. അതൊക്കെയാണ് ഇപ്പോൾ എത്തി ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു. സോ നാളെ മുതൽ ഇനി എഗെയിൻ സ്വീഡൻ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാൻ. ബൈ.